ഇന്ന് നമ്മൾ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തികച്ചും മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. വേറെ ഒന്നുമല്ല, നമ്മളൊക്കെ കൃഷ്ണഭക്ത എന്ന് കളിയാക്കി വിളിക്കുന്ന, അങ്ങനെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃഷ്ണനെ അപമാനിക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് അവരെ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞ് വിളിക്കാൻ ഞാൻ ഒരിക്കലും ഇനി ഉദ്ദേശിക്കുന്നില്ല. കപടഭക്ത, അതാണ് അവർക്ക് ശരിക്കും ചേരുന്ന യഥാർത്ഥ പേരെന്ന് പറയുന്നത്. ഈ യഥാർത്ഥ ഫ്രോഡ്, അത് തന്നെയാണ് എനിക്ക് അവരുടെ ആ ഒരു പ്രകടനം, ആ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുകൊണ്ട് ഈ കപടഭക്തയുടെ ആ ഒരു പ്രകടനം കണ്ടപ്പോൾ, കപടഭക്തയെ കൊണ്ട് നടക്കുന്ന അവളുടെ പാപ്പാൻ്റെയും പ്രകടനം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഗജ ഫ്രോഡ്. ഈ കപടഭക്ത എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സ്ത്രീ ഒരു ഗജ ഫ്രോഡാണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ കൃഷ്ണന്മാരുടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ ഈ ഫ്രോഡിനെ കൊണ്ടു നടക്കുന്ന ഈ പാപ്പാൻ, തോട്ടി പോലുള്ള ഒരു സാധനമാണ് ഈ പാപ്പാൻ എന്ന് പറഞ്ഞ മെലിച്ചിട്ട് ഒരു മെലിഞ്ഞൊരു സാധനം. ഇവന് എൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റെ നേരെ വീഡിയോ എടുക്കുന്ന രീതിയിൽ തൊട്ട് മുന്നിൽ വന്നിട്ട് എൻ്റെ നേരെ വീഡിയോ എടുക്കുകയാണ്. എൻ്റെ തൊട്ട് മുമ്പിൽ വന്നിട്ട് ജസ്റ്റ് എൻ്റെ നേരെ ഫോൺ പിടിച്ച് ഒരാളിങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതുക? അപ്പം അതൊരു സീൻ ക്രിയേറ്റിംഗ് ആയിരുന്നു, അതും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച്. വളരെ മോശമായിട്ടുള്ള ഒരു പ്രകടനം, മോശമായിട്ടുള്ള ഒരു അനുഭവം എനിക്ക് അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു ചിത്രകാരി എന്ന് പറയുന്ന ഈ ഒരു കപട സ്ത്രീയുടെ ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. പക്ഷേ എൻ്റെ സ്വന്തം ഒരു അഭിപ്രായത്തിൽ ഒരു കലാപരമായിട്ടുള്ള ഒരു കഴിവ് എനിക്കുണ്ട്. അത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാനുള്ള ഈ ഫോട്ടോ ഒരിക്കലും ഒരു ഫിനിഷിങ് ടച്ച് വന്നിട്ടില്ല. കുറേ പെയിൻറ്റും കളറുകളും വാരിക്കോരി അടിച്ചു വച്ചിരിക്കുന്നതല്ലാതെ ഈ ഫോട്ടോയ്ക്ക് ഒരു ഫിനിഷിങ്ങോ ഒരു ഫിനിഷിങ് ടച്ചോ ഒന്നും തന്നെ ഇല്ല. ഒരു കാർട്ടൂൺ ചിത്രമാണ് ഇതിലും ഭേദം എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ശരിക്കും ഈ പ്രാവശ്യം ഇവർക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ് അല്ല ഈ പ്രാവശ്യം കിട്ടിയത്. ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താണോ കണ്ണന് കൊടുക്കാൻ നേരുന്നത് അത് കൊണ്ടുവന്നിട്ട് നടയിൽ വെച്ചിട്ട് ഒരു കാര്യം തന്നെയാണ് ഇനി ഇവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അകത്ത് നിന്ന് തന്ത്രിയോ ബന്ധപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ആരും തന്നെ വന്നിട്ട് ഇത് കൈപ്പറ്റുകയോ വീഡിയോ എടുക്കുകയോ ഇനി ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഫോട്ടോ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു അകത്തേക്കോ ഒന്നും കയറ്റിയിട്ടില്ല. അത് അവിടെ ഒരു മൂലയ്ക്ക് കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ വന്നിട്ട് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുവായൂരമ്പലത്തിൻ്റെ ക്ഷേത്ര ഭാരവാഹികൾ ആരും തന്നെ ഇവർക്ക് സപ്പോർട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. ഇവരൊരു സംഘമായി എത്തുന്നു, കുറേ ക്യാമറ വീഡിയോ ഒക്കെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ് ഒരു മൂലയ്ക്ക് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ അമ്പലം നട വരെ ആർക്കും വരാം, പക്ഷെ അതിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ ഇത്തിരി പ്രയാസമുണ്ട്. അതിന് വീണ്ടും ഒരു ജന്മം ഈ കപടഭക്ത ജനിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കണ്ണം വിളിച്ചിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ എത്തുന്നതെങ്കിൽ അകത്ത് കയറി കണ്ണനെ കാണാതെ എങ്ങനെ പോകാൻ കഴിയും? അവിടെയാണ് ഒരു പൂർണ്ണത കൈവരുന്നത്. ഈ പുറത്ത് നിന്നിട്ട് എത്തിച്ചു നോക്കിയിട്ട് വീഡിയോ എടുത്തിടുന്നതല്ല ഒരിക്കലും പൂർണ്ണത. അങ്ങനെ ആർക്കും ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഗുരുവായൂർ അമ്പലനടയിൽ വരെ ആർക്കും വരാൻ പറ്റും. ഈ ഫ്രോഡും ഈ ഫ്രോഡിൻ്റെ പാപ്പാനും കൂടി സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ വൃത്തികെട്ട ഫ്രോഡ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരു ഫോട്ടോ പോലെ എനിക്കത് തോന്നി. കാരണം ആ ഒരു ഗുരുവായൂർ അമ്പലത്തിൻ്റെ ബാരിക്കേഡിൻ്റെ ഒരു മൂലയ്ക്കാണ് ഈ ഫോട്ടോ കുത്തിച്ചാരി വച്ചിരുന്നത്. ആർക്കും വേണ്ട, എന്തൊക്കെയോ ആ സ്ത്രീ അവിടെ നിന്ന് കാണിക്കുന്നു. അതാരും പോലും മൈൻഡ് ചെയ്യുന്നില്ല. വിവാദങ്ങൾ അറിയാത്ത പാവപ്പെട്ട ശുദ്ധഹൃദയരുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ വന്ന് ഇവരോട് സംസാരിച്ചിട്ടുള്ളത്. 10,000-കണക്കിന് ആൾക്കാർ ഇന്ന് ഗുരുവായൂർ അമ്പലനടയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവരോട് ആളുകൾ സംസാരിച്ചത് ചുരുക്കം ചിലർ മാത്രം. ഞാനത് കണ്ടുകൊണ്ട് നിന്നൊരു കാഴ്ചയായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ പ്രമുഖ വ്യക്തികളുടെ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ ഒരു മൂലയ്ക്ക് നിന്നുകൊണ്ട് ഷോ നടത്തുന്ന ഈ ഒരു കപടഭക്തിയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. വീഡിയോ ഇടുന്നവർ, കമൻ്റ് ഇടുന്നവരൊക്കെ കണ്ടാൽ ഇങ്ങനെ എന്താ പറയുക, വയലൻ്റ് ആവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ എന്ത് ജന്മങ്ങളാണ് എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. കാരണം ഇത്തരത്തിലൊരു വൃത്തികെട്ട സ്വഭാവമുള്ള എന്നെ ബലാത്സംഗം ചെയ്തേ എന്ന് പറഞ്ഞിട്ട് കാറ് കൂവി ചാനലിൽ വന്നിരുന്ന് അഭിമുഖം കൊടുത്തത് ആരാണ്? ഈ കപടഭക്തിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാവും. അത് നമ്മൾ പ്രകടിപ്പിക്കും.
അതിന് കമന്റ് ഇടുന്നവരുടെ പുറകെ പോയി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ ഫ്രോഡ് താത്താനെ കൊണ്ടുനടക്കണ ആ ഒരു പാപ്പാന് ഇത്രയും നാക്കുണ്ട്. അവന്റെ നാക്കിട്ട് നീളം കാണണമെങ്കിൽ നിങ്ങളൊന്ന് കാണണം. കള്ളന്റെ ലക്ഷണമാണ് അവന്റെ മുഖത്തുള്ളത്. ഞാൻ വരയ്ക്കുന്ന കണ്ണന്റെ ഫോട്ടോ ഹിന്ദുക്കളൊന്നും വാങ്ങിക്കണേ, എന്നിട്ട് എനിക്ക് കുറച്ച് ക്യാഷ് തരണേ എന്ന് കരഞ്ഞു വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ആ ഒരു നാട്ടിക്കാരി ഫ്രോഡിന്റെ നാട്യം കണ്ടപ്പോൾ. ഇത്തരം ഫ്രോഡുകളെ ആണല്ലോ ഗുരുവായൂർ അമ്പലം നടയിൽ വരെ എത്തിച്ച് അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. എന്നെ ബലാത്സംഗം ചെയ്തു, ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കരഞ്ഞു വിളിച്ച് വന്ന് ഇരുന്നിട്ട് മീഡിയയ്ക്ക് അഭിമുഖം കൊടുത്തതും പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതും ഈ കപട ഫ്രോഡല്ലേ? അങ്ങനെ വൃത്തികെട്ട രീതിയിൽ വന്നിരുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ട് സ്വയം നാറിയ ഫ്രോഡ് താത്തായോടാണ് എനിക്ക് പറയാനുള്ളത്. ഫോട്ടോ വാങ്ങിക്കാൻ ആളില്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോണം, കൂലിപ്പണി എടുത്ത് ജീവിക്കണം താത്ത, അല്ലാണ്ട് ഹിന്ദുക്കളെ ഇങ്ങനെ പറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിക്കുകയല്ല വേണ്ടത്. ഇപ്പം എന്തായി? എല്ലാവരും പറഞ്ഞത് ശരിയായി. മിണ്ടുമ്മ കേസ് കൊടുക്കുന്ന ഈ ഫ്രോഡ് താത്ത കമന്റ് ഇട്ടാൽ കേസ് കൊടുക്കും, ചൂളമടിച്ചാൽ കേസ് കൊടുക്കും, സൈറ്റ് അടിച്ചാൽ കേസ് കൊടുക്കും. പ്രമുഖ വ്യവസായി നിന്റെ കുളിസിയും കാണണം എന്ന് പറഞ്ഞപ്പോൾ അതിന് മാത്രം ഒന്നും പ്രതികരിക്കാതെ മിണ്ടാതെ ഇളിച്ചുകൊണ്ട് നിന്ന താത്ത, നിനക്ക് നാണമില്ലേ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നീ എൻ്റെ കമൻറ്റും പ്രൊഫൈലും എടുത്ത് കാണിച്ചാൽ തീരുന്നതോ നിർത്തുന്നതോ അല്ല നമ്മുടെ കമൻ്റ് ഇടല്. നമ്മുടെ അഭിപ്രായം ആരായാലും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കും, പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. നിനക്ക് വേണ്ടെങ്കിൽ നീ പോയി കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വാ. എൻ്റെ ഈ പ്രാവശ്യം 6 അടി പൊക്കമുള്ള ഈ ഒരു കാർട്ടൂൺ ചിത്രത്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു വലിയ പടമെന്ന് നീ കൊട്ടി ഘോഷിച്ച് ഈ ഫോട്ടോ ഏറ്റുവാങ്ങിക്കാൻ എന്തേ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ആരും വന്നില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. നീ ഒരു ഗജ ഫ്രോഡാണ്, നിന്റെ കൂടെ ഉള്ളത് നിന്റെ പാപ്പാനാണ് എന്ന് നീ ഓരോ ദിവസം ചെല്ലുന്തോറും നീ ആൾക്കാരെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എല്ലാ കമൻറ്റുകളും വരണമെങ്കിൽ എല്ലാവരും നിന്റെ മച്ചനന്മാരായിരിക്കണം. അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ബോധമുണ്ട് എന്നുള്ള കാലത്തോളം അഭിപ്രായങ്ങൾ വിപരീതമായിരിക്കും. സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇട്ടാൽ മതി. നീ അത്രം പട്ടിഷോ ഗുരുവായൂർ അമ്പലനടയിൽ ഞങ്ങൾ ഹിന്ദുക്കളോട് കാണിച്ചപ്പോൾ നിന്നോട് ഷോ നിർത്താനാണ് പറഞ്ഞത്. കാരണം നിന്റെ നാടകം അവിടെ നിന്ന പോലീസുകാർക്ക് അടക്കം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഷോ നിർത്താൻ പ്രശ്നമുണ്ടാക്കരുത് എന്ന് നിന്നെയാണ് വാൺ ചെയ്തത്. ഇപ്പൊ വല്ലാതെ ഹിന്ദുക്കളെ അങ്ങോട്ട് വിശ്വസിപ്പിക്കാനായിട്ട് കരഞ്ഞു മെഴുകുവാണല്ലോ. എന്താ ഹിന്ദുക്കൾ ആരും ഒന്നും വിശ്വസിക്കുന്നില്ലേ? വിശ്വസിച്ച് ഫോട്ടോ വാങ്ങിക്കുന്നില്ലേ? ഇപ്പൊ ഊമ്പി തിന്നാൻ പറ്റുന്നില്ലല്ലേ? ഒരു ഫിനിഷിംഗ് ടച്ചും ഇല്ലാത്ത ഈ ഫോട്ടോ 75,000 രൂപ കൊടുത്തൊക്കെ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ കുടുംബം വെളുക്കുമെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല.